നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. സുപ്രീം കോടതിക്കെതിരെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉയർത്തിയ വിമർശനം വിവാദമാക്കുകയും അതിനെ എടുത്തുപൊക്കി BJPക്കെതിരെ ആയുധമാക്കി മാറ്റാൻ പരമാവധി കഷ്ടപ്പെടുകയും ചെയ്ത കോൺഗ്രസുകാരെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ ആഭ്യന്തര യുദ്ധങ്ങൾക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഉത്തരവാദിയെന്ന് ജാർഖണ്ഡ് MP നിഷികാന്ത് ദുബെ ആരോപിച്ചിരുന്നു. തുടർന്ന് കോൺഗ്രസുകാർ വൻ കോലാഹലമാണ് ഉണ്ടാക്കിയത്. വൻ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരുന്നു. BJP കോടതിയെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത്. എന്നാൽ കുറ്റം പറയാനുള്ള അർഹത ഈ കോൺഗ്രസുകാർക്കുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. കാരണം ഇന്ത്യയിൽ ആദ്യമായി കോടതിയെ വിമർശിച്ചത് ഒരു കോൺഗ്രസുകാരിയാണ്. ഇതാണ് കോൺഗ്രസുകാർ ഓർക്കാതെ പോയൊരു കാര്യം. ആദ്യം കോടതിയെ ചോദ്യം ചെയ്തത് നിങ്ങളുടെ ഇന്ദിരാഗാന്ധി തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ല. ഉരുക്ക് വനിത എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധി. ഈ സംഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ കോടതിയെ ചോദ്യം ചെയ്തോ? എന്തായിരുന്നു അതിനുണ്ടായ സാഹചര്യം? നോക്കാം. അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളും ദുഷ്പ്രവർത്തികളും അന്വേഷിക്കാൻ ജസ്റ്റിസ് ഷാ കമ്മീഷൻ രൂപീകരിച്ചതിന് ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് മിസ്റ്റർ ഷായ്ക്ക് എങ്ങനെ അറിയാം? വികസന സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ ശക്തികളാണ് പ്രവർത്തിക്കുന്നത്? ഒരു ജഡ്ജിക്ക് അത് തീരുമാനിക്കാൻ യോഗ്യതയുണ്ടോ? പിന്നെ എന്തിനാണ് ജനാധിപത്യം? എന്തിനാണ് തെരഞ്ഞെടുപ്പുകൾ? എന്തിനാണ് രാഷ്ട്രീയക്കാർ അധികാരത്തിൽ? ഇതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വിവാദ പരാമർശം. ഇന്ദിരാഗാന്ധി തന്റെ പ്രസ്താവനയിൽ പരാമർശിച്ച മിസ്റ്റർ ഷാ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ജയന്ത്ലാൽ ചോട്ടിലാൽ ഷായാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അധികാരം ദുർവിനിയോഗം, നിയമം അട്ടിമറിക്കൽ എന്നീ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ജനതാ പാർട്ടി സർക്കാരാണ് കമ്മീഷൻ രൂപീകരിച്ചത്. അതിനെയാണ് ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്തത്. അപ്പോൾ കോൺഗ്രസുകാർക്ക് എന്തുമാവാം എന്ന് സാരം. കോൺഗ്രസുകാർക്കുള്ള തക്ക മറുപടി എന്നോണം BJP IT സെൽ മേധാവി അമിത് മാളവ്യ തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സ്വന്തം ഭൂതകാലം അറിയണം എന്ന തലക്കെട്ട് കൊടുത്തിരുന്നു. അടിയന്തരാവസ്ഥയുടെ 21 മാസങ്ങളിൽ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ പൗര സ്വാതന്ത്ര്യങ്ങൾ എങ്ങനെ റദ്ദാക്കിയെന്ന് ഷാ കമ്മീഷൻ റിപ്പോർട്ട് വെളിപ്പെടുത്തി. ഇതിൽ കലിവുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വിമർശനം. ഇന്ദിരാഗാന്ധിയുടെ ഈ വീഡിയോ തന്നെയാണ് കോൺഗ്രസുകാർക്കുള്ള അടി. ഇനി നിങ്ങൾ പറയൂ, കോൺഗ്രസുകാർക്ക് തക്കതായ മറുപടിയല്ലേ BJP നൽകിയത്? നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.